ആരെങ്കിലും നിങ്ങൾക്ക് സജഷൻ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ രാജപാളയം എന്നൊരു സ്ഥലത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്തായിരിക്കും? അതെ, ഇന്ത്യൻ ഗോസ്റ്റ് ഹൗണ്ട്സ് അല്ലെങ്കിൽ പോളിഗർ ഹൗണ്ട്സ്, ഷിക്കാരീസ് എന്നൊക്കെ പേരുള്ള രാജപാളയം നായകളായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവരെ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഇന്ത്യയുടെ സൈറ്റ് ഹൗണ്ട്സ് ആണ് രാജപാളയം നായകൾ. അതായത് കാഴ്ച വെച്ച് വേട്ടയാടുകയും അതുപോലെ തന്നെ മണം വെച്ച് ഇവര് ചെറിയ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള നായകൾ ഭയങ്കര കുറവാണ്. ഇനി ഇവരെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്ന് വെച്ചാൽ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാജപാളയം എന്ന സ്ഥലത്താണ് ഇവർ ഉത്ഭവിച്ചിട്ടുള്ളത്. തമിഴ്നാട് ഭരിച്ചിരുന്ന നായക്കർ ഡൈനാസ്റ്റിയാണ് ഇവരെ ഡെവലപ്പ് ചെയ്തത്. ധീരതയുടെയും സമ്പത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ നായകളെ ഇവർ കണ്ടുപോകുന്നത്. 1800-കളിൽ തിരുനെൽവേലി രാജവംശത്തിലുണ്ടായ പാളയക്കാരർ ഇവര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം നടത്തിയിരുന്നു. പാളയക്കാരർ എന്നുള്ളതിനെയാണ് ഈ പോളിഗർ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളെ പോളിഗർ വാർസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിലുള്ള കുതിരകളെ കടിച്ച് പരിക്കേൽപ്പിക്കാനും കൊല്ലാനുമായിട്ട് ഇവര് രാജപാളയം നായകളെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് പോളിഗർ ഹൗണ്ട്സ് എന്ന് പേര് കിട്ടിയത്. ടിപ്പു സുൽത്താന്റെ പട്ടാളത്തിലും ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് രാജപാളയം നായ്ക്കൾ ഉണ്ടായിരുന്നു. ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ബ്രീഡാണ് രാജപാളയം. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഡെയിൻ ഓഫ് ഇന്ത്യ എന്നാണ് ഇവരെ പറയാറ്. ഇവർ ഒരു അടിപൊളി വാച്ച് ഡോഗ് ആണ്. കംപ്ലീറ്റ് ആയിട്ടും ഒരു വേട്ടനായയാണ്. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റ് ഗാർഡ് ഡോഗ്സ് ആയിട്ട് രാജപാളയം നായ്ക്കളെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവര് വേട്ടയാടുന്ന മൃഗങ്ങളെ പരിക്കേൽപ്പിച്ച് കോർണർ ചെയ്യും. ഓ ബേബി എന്ന ദിലീഷ് പോത്തന്റെ സിനിമയില് ഈ നായകളും ഉണ്ട്. ഇവരുടെ ഈ ഇൻസ്റ്റിങ്ക്റ്റും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. രാജപാളയത്തിനെ കാണാൻ ഒരു ലാബ്രഡോറിന്റെ ചായയാണെങ്കിലും ഇവർ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള നായ്ക്കളല്ല. വൺ മാസ്റ്റർ ഡോഗാണ് രാജപാളയം. വൺ മാസ്റ്റർ ആയിട്ടുള്ള ഒരുപാട് ഫോറിൻ ബ്രീഡ്സ് നമുക്കറിയാം. ജർമ്മൻ ഷെപ്പേർഡ്സ്, റോട്ട് വീലേഴ്സ് എല്ലാം വൺ മാസ്റ്റർ ഡോഗ്സ് ആണ്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ സ്വഭാവത്തിനോട് ഏറ്റവും സാമ്യമുള്ള ബ്രീഡ് എന്ന് പറയുന്നത് റോട്ട് വീലേഴ്സ് ആണ്. ഇതിന് കാരണമുണ്ട്. GSDs വൺ മാസ്റ്റർ ഡോഗ്സ് ആണെങ്കിലും അവരുടെ മാസ്റ്റർ എന്താണോ പറയുന്നത് അതാണ് അവർ കേൾക്കുക. അതായത് കടിക്കരുതെന്ന് പറഞ്ഞാൽ കടിക്കില്ല, വിടാൻ പറഞ്ഞാൽ വിടും, അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള പോലീസ് ഡോഗ്സ് ആവുന്നത്. പക്ഷെ റോട്ട് വീലേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. അവരുടെ മാസ്റ്റർ കടിക്കരുത് എന്ന് പറഞ്ഞാലും അവരുടെ ഉടമസ്ഥന് എന്തെങ്കിലും അപകടമുണ്ട് എന്ന് ഇവർക്ക് തോന്നിയാൽ ഇവർ കടിക്കുക തന്നെ ചെയ്യും. അതായത് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ ആ നായകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നായ്ക്കളെ മിലിറ്ററിയിലും പോലീസ് ഡോഗ്സ് ആയിട്ടൊന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തത്. ഇതിൽ പറയുന്നത് പോലെ തന്നെ രാജപാളയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആലോചിക്കുന്ന ഒരു ബ്രീഡാണ്. അതുകൊണ്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യണമെങ്കിൽ മാത്രമാണ് രാജപാളയം നായകളെ നമുക്ക് പെറ്റ്സ് ആക്കാൻ പറ്റുള്ളൂ. 1980-കളിൽ വേട്ടയാടലൊക്കെ ഇല്ലീഗൽ ആക്കിയപ്പോൾ ഈ നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു വന്നു. വെറും 200 നായകൾ മാത്രമായി ഈ രാജപാളയം. അതുകൊണ്ട് ചെന്നൈയിലെ സേതാപേട്ടിൽ ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റ് ആരംഭിച്ചിട്ടാണ് ഈ ബ്രീഡുകളെ റിവൈവ് ചെയ്തത്. ഈ ബ്രീഡുകൾ മാത്രമല്ല, തമിഴ്നാട്ടിലെ മറ്റു ബ്രീഡുകളായിട്ടുള്ള കൊമ്പൈ, ചിപ്പിപ്പാറ ഇവരെയും ഈ ബ്രീഡിംഗ് യൂണിറ്റ് വഴി റിവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സ്ഥാപനം പൂട്ടിപ്പോയെങ്കിലും ഇന്ന് രാജപാളയത്തിൻ്റെ സ്റ്റാറ്റസ് ഇന്ത്യയിലെ ഇത്രയും ഉയർത്താൻ ഒരു പ്രധാന പങ്ക് ഈ സ്ഥാപനം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് ഡോഗ് ഓണേഴ്സിന് രാജപാളയം പപ്പീസിന് കിട്ടുന്നതിന് ഒരു പ്രധാന കാരണം ഇവരാണ്. കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് രാജപാളയം. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സും ഡിഫൈൻഡ് ആണ്. വൈറ്റ് കോട്ട് കളർ, പിങ്ക് സ്കിൻ കളർ, ഇസബെല്ല നോസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ല, കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡിലുള്ള കളേഴ്സിനെയാണ് ഇസബെല്ല കളേഴ്സ് എന്ന് പറയുക. ഇസബെല്ല നോസും ഗോൾഡൻ ഐസുമാണ് ഇവരുടെ ബ്രീഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി കണ്ണിന്റെ കളറ് വെള്ളയോ അല്ലെങ്കിൽ നീലയോ ആണെങ്കിൽ ഈ ബ്രീഡില് കേൾവിക്കുറവോ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഡെഫ്നെസ്സോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ഡാൽമേഷ്യൻസിനെ പോലെ. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസർച്ചും ഈ ബ്രീഡുകളെ ഇന്ത്യൻ നേറ്റീവ് ബ്രീഡ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്.
ഇന്ന് മിലിറ്ററിയിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. 2005 ഇന്ത്യൻ ഗവൺമെന്റ് ഈ ബ്രീഡിനെ അംഗീകരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ആദരിക്കുന്നതിനായിട്ട് 15 രൂപയുടെ ഒരു ഇന്ത്യൻ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റു നാടൻ ഇനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഏറ്റവും ജനകീയനായിട്ടുള്ള ബ്രീഡ് രാജപാളയം നായകൾ തന്നെയാണ്. മറ്റൊരു നായയുടെ വിശേഷമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.